നിഷാദ്, ഇന്ന് 4ാം ദിനമാണ്. ഒരു കൂട്ടത്തെരച്ചിൽ നടക്കുന്ന ദിവസം കൂടിയാണ്. ഈ 6 സോണുകളിലും ഇതിനോടകം തെരച്ചിൽ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? യെസ് രേഷ്മ, എല്ലാ സോണുകളിലും ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കാര്യമായി ഇപ്പോൾ ഡെഡ് ബോഡീസ് ഒന്നും കൂടുതലായി കണ്ടെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈയിലേക്ക് പ്രവേശിക്കുന്ന ആ തകർന്നു പോയ പാലം അല്ലെങ്കിൽ അതിന് താഴെയുള്ള പുഴയിലാണ്. ഈ പുഴ എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ പുഴയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. നേരത്തെ അത് പുഴയായിരുന്നില്ല. നമ്മൾ അപ്പുറത്ത് കാണുന്ന, ഇപ്പോൾ അങ്ങോട്ടേക്ക് നോക്കിയാൽ അവിടെ കാണുന്ന ആ ഭാഗം മാത്രമായിരുന്നു നേരത്തെ പുഴയായിരുന്നത്. ഈ ഉരുൾപൊട്ടലിന് ശേഷം ഈ മേഖല ആകമാനം പുഴയായി മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. ഈ കാണുന്ന വലിയ കല്ലുകളൊക്കെ ഈ ഉരുൾപൊട്ടലിൽ ഇവിടെയൊക്കെ തെന്നി മാറി വന്നതാണ്. അപ്പോൾ ഇവിടെ ഇന്നലെയും മറ്റൊന്നും ഇങ്ങനെ തെരച്ചിലുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ NDRFിൻ്റെ സംഘമുണ്ട്, ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സംഘമുണ്ട്. നമുക്ക് അവിടേക്ക് നോക്കിയാൽ, ഇപ്പുറത്തേക്ക് നോക്കിയാൽ കാണാൻ കഴിയും വലിയ സംഘം ഇവിടെയും തെരച്ചിൽ നടത്തുകയാണ്. ഇന്നലെ തെരച്ചിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സോണുകളാക്കി തിരിച്ച് തെരച്ചിൽ നടത്തുന്നതിൻ്റെ ഭാഗമായി ഈ പുഴയോരത്തും തെരച്ചിൽ നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു JCB ഈ കെട്ടിട ഭാഗങ്ങൾ നീക്കി നോക്കുന്നു, ഒപ്പം തന്നെ കല്ലും മണ്ണും ഒക്കെ നീക്കി ഇതിനടിയിൽ ഡെഡ് ബോഡീസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഇപ്പം നമ്മൾ കാണുന്നത് അവിടെ ഒരു ബോഡി കണ്ടെത്തിയ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ആൾക്കാരും ഒപ്പം തന്നെ അവിടുത്തെ ആ സംഘം അവിടെ പരിശോധന നടത്തുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അങ്ങനെ ഇന്നലെയും മിഞ്ഞാന്ന് തൊട്ട് ഇവിടെ ഒന്നും കൂടുതൽ ബോഡിയൊന്നും കണ്ടെടുത്ത സ്ഥലമല്ല. പക്ഷേ ഇന്ന് മുതൽ തെരച്ചിൽ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതുതായി നമ്മളൊരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ഒരു ബോഡി ഉണ്ടോയെന്ന സംശയത്തിൻ്റെ പേരിൽ ആളുകൾ കൂടി നിന്ന് തെരയുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് ഡെഡ് ബോഡീസ് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളെല്ലാം ഈ ബെയിലി പാലം എന്നോടെ കൂടുതൽ ആക്റ്റീവായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൂടുതൽ സംഘാംഗങ്ങളെ വിനിയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ കൂടുതൽ ഫലപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ ഒരേ സമയം തെരച്ചിൽ നടത്തുക വഴി വളരെ വേഗത്തിൽ ഈ പ്രോസസ്സ് പൂർത്തിയാക്കി കടന്നു പോകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ പ്രതീക്ഷിക്കുന്ന പ്രധാന കാര്യം. രാവിലെ മുതൽ തന്നെ കാര്യമായിട്ട് മഴയുണ്ട്. ഇന്നിപ്പോൾ ഒരു ബെയിലി പാലം ഓപ്പൺ ആയെങ്കിലും രാവിലെ ഏർലി മോർണിംഗ് തന്നെ കടന്നു പോകാൻ വാഹനങ്ങൾക്കും ആളുകൾക്കും എല്ലാം കഴിയുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും മഴയും കോടമഞ്ഞും കാരണം അത്രയും രാവിലെ അത്ര സ്മൂത്ത് ആയിരുന്നില്ല. ഇപ്പോഴാണ് കൂടുതൽ വാഹനങ്ങൾ കടത്തിവിടുന്നത്. എന്നാലും ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കടന്നു പോകുന്നതിന്. ഇപ്പോഴും തെരച്ചിൽ എല്ലാ അർത്ഥത്തിലും വളരെ പ്രൊഡക്റ്റീവായിട്ട് സൃഷ്ടിപരമായിട്ട് പുരോഗമിക്കുന്നതാണ് നമുക്ക് പറയാൻ കഴിയുക. ഇതൊരു പുതിയ സ്പോട്ടാണ് ഈ പരിശോധന നടത്തുന്ന സ്ഥലം. നമ്മൾ ഇവിടേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നോക്കൂ, ഇത് ഈ ദുരന്തത്തിൽ മാത്രമാണെന്ന് കാണണമെങ്കിൽ ഈ ഒഴുകി വന്ന ഈ മണ്ണ്, പാറക്കല്ലുകൾ എന്നിവ, ഈ വലിയ പാറക്കല്ലുകൾ എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്നവയല്ല. ഇതൊക്കെ പുതുതായിട്ട് ഇവിടെ വന്ന് അടിഞ്ഞതാണ്. ഇത്രയും വലിയ പാറക്കല്ലുകൾ ഇവിടേക്ക് ഒഴുകി വരണമെങ്കിൽ എന്തുമാത്രം ഫോഴ്സ്ഫുള്ളായിട്ടാണ് ഈ അപകടം ഉണ്ടായതെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ പിന്നിലേക്ക് നോക്കിയാൽ ഇതിൻ്റെ എവിടെ നിന്നാണ് വന്നതെന്ന് കാണാൻ കഴിയില്ല. അത്ര ഇത് വന്നിട്ടുള്ളത് വഴിക്ക് മാറി ഒഴുകി വന്നിട്ടുള്ള ഒരു നേർക്കാഴ്ച കാണണമെങ്കിൽ നമുക്ക് ഈ ചൂരൽമലയിലെ ഈ പുഴയുടെ പുതുതായി രൂപപ്പെട്ടിരിക്കുന്ന ഈ പുഴയുടെ നടുക്കുന്നതാണ് അത് കാണാൻ പറ്റുക. അപ്പോൾ അപ്പുറത്ത് നമ്മൾ ഉറ്റുനോക്കുന്നു, ഒരു ബോഡി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടോ എന്നറിയാൻ. അത് നമുക്ക് വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. യെസ് നിഷാദ്, അതായത് ഇപ്പോൾ നമുക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ ആശ്രയിച്ച് മാത്രമുള്ള കണക്കുകളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. കൃത്യമായൊരു കണക്ക് എത്ര പേർ മരിച്ചു, എത്ര പേരെ കാണാനുണ്ട് എന്നത് നമ്മുടെ പക്കലില്ല. നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഇപ്പോൾ എത്ര മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യരുടെ എണ്ണം എത്രയാണ്, അതൊന്ന് പറയാമോ? യെസ് രേഷ്മ, ഇപ്പം നമ്മുടെ മുമ്പിലുള്ള കണക്കുകളുടെ കാര്യത്തിൽ ഒരു ആക്ച്വൽ കണക്കല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാം. ഇന്നലെ റവന്യൂ മന്ത്രി K. രാജനുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. നമ്മുടെ കയ്യിൽ കുറേ കണക്കുകളുണ്ട്. 260, 270 എന്നൊക്കെയുള്ള കണക്കിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. പക്ഷേ അതിനകത്തൊരു ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. എന്തുമാത്രം ആളുകൾ, ഇപ്പം നേരത്തെ രേഷ്മ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആളുകളുടെ മുഴുവൻ ശരീരഭാഗങ്ങളല്ല പലയിടത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്. ശരീരഭാഗം ഇപ്പോൾ ഇന്നലെ വില്ലേജ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ 4 ബോഡിയിൽ 5ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിലൊന്ന് ശരീരഭാഗങ്ങളാണ്. ചില ആളുകളുടെ കാല് ഒടിഞ്ഞുപോയ അല്ലെങ്കിൽ മുറിഞ്ഞുപോയ കാലിൻ്റെയും കൈയുടെയും ഭാഗങ്ങൾ ഇതൊക്കെയാണ് കിട്ടുന്നത്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഈ പുഴയിൽ നിന്ന് കിട്ടിയത്, ഇപ്പം മലപ്പുറത്തെ കിട്ടിയത് പലതും ശരീരഭാഗങ്ങളാണ്. അത്ര വലിയ, നോക്കൂ, ഈ പാറക്കല്ലുകൾക്കിടയിലൂടെയാണ് മനുഷ്യർ ഒഴുകിച്ചു പോയതെന്ന് ഓർക്കണം. അത് ഉണ്ടാക്കുന്ന ഒരു ആഘാതത്തിൽ മുറിഞ്ഞുപോയ ശരീരഭാഗങ്ങളാണ്. അകത്തുനിന്നുള്ള അവയവങ്ങൾ വരെ പല സ്ഥലത്തുനിന്നും കിട്ടിയെന്നുള്ള റിപ്പോർട്ട്സ് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉണ്ടാക്കിയിരിക്കുന്ന കണക്കിനകത്ത് പ്രശ്നമുണ്ട്. അതുമാത്രവുമല്ല, ആളുകൾ ശരിയാവണ്ണം ഞങ്ങളുടെ ഇന്ന ആളുകളെ കാണുന്നില്ല എന്നുള്ള കംപ്ലയിൻസ് കിട്ടിയിട്ടില്ല. ഇപ്പം മുഹമ്മദ് റിയാസ് പറയുകയാണ്, ആളുകൾ വലിയ ട്രോമ അനുഭവിക്കുന്നു. ഈ ദുരിതാശ്വാസ ക്യാമ്പിലും മറ്റുള്ള ആളുകളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോലുള്ള പ്രയാസമുണ്ട്. അവർക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന ആളുകളെ കാണുന്നില്ല, ഇന്ന ആളുകൾ ഉണ്ടായിരുന്നൊക്കെയുള്ള കണക്ക് വ്യക്തതയോടെ പറയാൻ മാനസികമായും അവർ പ്രിപ്പയർഡ് ആയിട്ടില്ല. അത്ര വലിയ ദുരന്തത്തിൻ്റെ ഒരു ഷോക്കിൽ അവർ നിൽക്കുകയാണ്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ആളുകളുടെ എൻക്വയറീസ് വരുന്നതിൽ ഒരു കാലതാമസം നേരിടുന്നുണ്ട്. പിന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ, പുതുതായി ഇവിടേക്ക് വന്ന ആളുകൾ, ഈ സമീപ ദിവസങ്ങളിൽ മാത്രം വന്ന ആളുകൾ, ഇവരെക്കുറിച്ചൊക്കെയുള്ള എൻക്വയറീസ് വന്നാൽ മാത്രമാണ് എന്തുമാത്രം ഉണ്ടെന്നൊരു കണക്കുണ്ടാക്കാൻ പറ്റൂ. രേഷ്മ, നോക്കൂ, ഇതൊരു വലിയ പ്രദേശമാണ്.
ഈ പ്രദേശത്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് കയറ്റം കയറ്റുന്നാൽ കാണുന്നതാണ് മുണ്ടക്കയിൽ ഏറ്റവും വലിയ അപകടം ഉണ്ടായ സ്ഥലം. ഇത് ഒരു ഏരിയ മുഴുവൻ ഇപ്പം നമ്മൾ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ആൽമരം ഉണ്ട്. ആൽമരത്തിന് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഇതൊരു ജീവിത മേഖലയായിരുന്നു. ഇത് കംപ്ലീറ്റ് ആയി തകർന്നു പോയിട്ടുണ്ട്. ഇപ്പം എൻ്റെ പുറകിൽ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പുറകിൽ കാണുന്ന സ്കൂൾ കണ്ടോ, ആ സ്കൂളിൻ്റെ ഒരു പോർഷൻ മുഴുവൻ തകർന്ന് തരിപ്പണമായി പോയതാണ്. ആ സ്കൂളിൻ്റെ പോർഷനിൽ തട്ട് ചെയ്ത് ഈ വഴിക്ക് ഞാൻ നിൽക്കുന്ന വഴിയെ ഒഴുകിയതുകൊണ്ടാണ് ഇതിന് തൊട്ടപ്പുറത്തുള്ള എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചൂരൽമല ജംഗ്ഷനും അവിടെ താമസിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അവരുടെയും ജീവിതത്തിലേക്ക് ഇത് ഒഴുകി പോവാതിരുന്നതിൻ്റെ കാരണം ഇവിടെ നിന്ന് ഇത് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അതർവൈസ് ഈ അപ്പുറത്ത് നമ്മൾ കാണുന്ന കെട്ടിടങ്ങളുണ്ടല്ലോ, ഈ ബെയിലി പാലം തുടങ്ങുന്ന ഭാഗത്ത് കാണുന്ന കെട്ടിടങ്ങളൊന്നും ഈ ദിവസം ഉണ്ടാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം അത്രയും ഭാഗം തകർന്നു പോകേണ്ട നിലയ്ക്കാണ് വന്നത്. അപ്പോൾ ആ സ്കൂളിൻ്റെ ഒരു പോർഷൻ സത്യത്തിൽ ഒരു മേഖലയെ രക്ഷിച്ചു എന്ന് പറയാം. എങ്കിലും ഇവിടെയുള്ള അമ്പലങ്ങൾ, ആളുകളുടെ ഈ കടകളും സംഗതികളൊക്കെ ഒലിച്ചു പോയതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു 13,000-ഓളം ആളുകൾ ജീവിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു എന്നുകൂടി ഓർക്കാം. ഇപ്പം ഇന്നലെ രാവിലെ ഞങ്ങളൊരു ലോക്കൽ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ പറയാണ് 13,000 ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള ഒരു അപകടം, അതിൽ എത്ര പേര് മരിച്ചു എന്ന കാര്യത്തിൽ കണക്കില്ല. ഇപ്പം രാവിലെ ഒരു ഗവൺമെൻറ് ഒഫീഷ്യലോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ 500 എന്ന് രേഖപ്പെടുത്തേണ്ടി വരും ഇവിടെ ഉണ്ടായിട്ടുള്ള അപകടത്തിൻ്റെ ഡെത്ത് ടോൾ എന്നാണ്. അതിൽ തന്നെ നിൽക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ഇത്ര വലിയൊരു ദുരന്തം കണ്ടിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അത്രമേൽ നമുക്ക് പരിചിതമല്ലാത്ത വിധം ആഴവും പരപ്പും ഭയാനകവുമായ ഒരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ രേഷ്മ ഏറ്റവും നിർഭാഗ്യകരമായിട്ട് പറയേണ്ട കാര്യം, ഇതിനകത്ത് പെട്ടുപോയിരിക്കുന്ന മുഴുവൻ ആളുകളെ നമ്മളെ കൊണ്ട് കണ്ടെടുക്കുക അസാധ്യമായിരിക്കും. കാരണം ആളുകൾ എവിടെയൊക്കെയാണുള്ളത്. ഇപ്പോൾ വനത്തിൽ തെരച്ചിൽ നടത്തുന്ന ഒരു സന്നദ്ധ സംഘം, അവർക്ക് പെട്ടെന്ന് ബോഡി കിട്ടുന്നു. ഒരുപാട് തെരച്ചിൽ പോലും നടത്താതെ വനത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഉടക്കിക്കിടക്കുന്ന ബോഡികളൊക്കെ കിട്ടുകയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഇത് ഈ ദുരന്തം ആളുകളെ കൊന്നുകൊണ്ടുപോയി ഇട്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നതുകൂടി കാണണം. അതുകൊണ്ട് ഇപ്പോഴോ ഇന്നോ നാളെയോ ആയിട്ടൊന്നും നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ആക്ച്വൽ ഡെത്ത് ടോൾ എന്ന് പറയുക ദുസാധ്യമായിരിക്കും. അതിന് പരിശ്രമിക്കുകയാണ് ഗവൺമെന്റ് ഏജൻസീസ്. എൻറ്റയർ ഗവൺമെന്റ് മെക്കാനിസം ഇവിടെ ഉണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെയും തീർച്ചയായും